Hello guys, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ജയാൻ ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഈ ഫുട്ബോളിന്റെ കണ്ടന്റ്സ് മാത്രമായിരുന്നു നമ്മൾ അധികം ചെയ്തത് നമ്മുടെ അക്കൗണ്ടിൽ. പക്ഷേ ഇപ്പൊ ചെറിയൊരു ഈ ഫുട്ബോൾ ചെറുങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് മൈൻക്രാഫ്റ്റിലോട്ട് കയറുകയാണ്. ആൻഡ് ഫസ്റ്റ് നമ്മളിപ്പം കളിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് അറിയാം, നോർമലി സർവൈവ് ചെയ്യുക തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഹാർഡ് കോർ ആണ്. മൈൻക്രാഫ്റ്റിൽ തന്നെ ഹാർഡ് കോർ എന്ന് പറയുന്നൊരു മോഡുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചത്ത് കഴിഞ്ഞാൽ റീസ്പോൺ ആകാൻ പറ്റൂല. സാധാരണ മൈൻക്രാഫ്റ്റ് വേൾഡിൽ നമ്മൾ ചത്ത് കഴിഞ്ഞാൽ നമുക്ക് റീസ്പോൺ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ചത്ത് കഴിഞ്ഞാൽ റീസ്പോൺ ആവില്ല. അപ്പൊ ഇതൊരു സീരീസ് ആണ്. നമ്മൾ ഇന്ന് തന്നെ ഇതിൽ ചത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ ഈ സീരീസ് എൻഡ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഈ ഒരു ഹാർഡ് കോറിന്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഹാർഡിലാണ് ഗൈസ്. ഇതിന്റെ കൺട്രോൾ ആണ് എനിക്ക് കിട്ടാത്തൊരു കൺട്രോൾ ഇല്ല. ഓക്കെ, നമ്മളങ്ങനെ നമ്മൾക്ക് ഫസ്റ്റ് ഒരു മോബിനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ദാറ്റ്സ് എ ഷീപ്പിനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മരങ്ങൾ മുറിക്കണം ഫോർ ദ എക്യുപ്മെന്റ്സിന് വേണ്ടി നമ്മൾ മരങ്ങളും കാര്യങ്ങളൊക്കെ മുറിച്ച് ക്കണം. ഇന്ന് ഫേസ് ക്യാം ഇല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ കുറച്ച് സ്റ്റിക്കും അതുപോലെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂ റെസിപ്പി അൺലോക്ക്ഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ വെച്ച് ആദ്യം നമുക്കൊരു ആക്സ് ഉണ്ടാക്കണം. അതേപോലെ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെ നമുക്കൊരു സോഡ് ഉണ്ടാക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഈ ആക്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കുറച്ചും കൂടി മരങ്ങൾ എടുക്കുകയാണ്. മരങ്ങൾ കുറെ ആവശ്യമുള്ളതാണ് ഗൈസ്. മരങ്ങളാണ് നമുക്ക് ആവശ്യം. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാലോ, ബിൽഡ് ചെയ്യുക, മൈൻ ചെയ്യുക, ബിൽഡ് ചെയ്യുക, സർവൈവ് ചെയ്യുക. ബട്ട് ഇത് ഹാർഡ് കോർ ആണ്. നല്ല ടഫ് ആയിരിക്കും ഈ ഒരു സീരീസ്. ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷീപ്പിനെ കണ്ടുപിടിക്കാണ് ഗൈസ്. ഷീപ്പിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എടാ മോനെ ഇതിനാ. ഓക്കെ 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 ഗൈസ്, ഓക്കെ, ഒരു ഷീപ്പിനെ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് പൂളായിട്ട് അതേപോലെ തന്നെയുള്ള ആ ബ്രൗൺ ഷീപ്പിനെ കിട്ടും. സെയിം ഷീപ്പിനെ നമുക്ക് കിട്ടണം. ബിക്കോസ് നമുക്ക് ആ കളറുള്ള ഷീപ്പിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം ആവും. അല്ലെങ്കിൽ ഇവിടെ 3 ഷീപ്പ് ഒരുമിച്ച് നിൽക്കണം. ഇത് ഷീപ്പില്ലല്ലേ, ഇതാണ്ടപ്പോ ഇനിയല്ലേ ഗൈസ്. ഇപ്പൊ നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഫുൾ സീനാവും. സോംബീസും സ്കെൽട്ടണും ക്രീപ്പറും ഒക്കെ ഇറങ്ങുന്ന ടൈമാണ് നൈറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ഡേ സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു ഷീപ്പും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഷീപ്പ് ഗൈസ്. അതുപോലെ എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പ്ലേ ആകുന്നുണ്ട്. സാധാരണ സീരീസ് പോലെ അല്ല ഗൈസ്. ഹാർഡ് കോർ സീരീസ് കുറച്ചും കൂടി ടഫാണ്. സാധാരണ സീരീസ് ആണെങ്കിൽ നമുക്ക് പിന്നെയും പ്രതീക്ഷകളുണ്ട് ഗൈസ്. ഇത് തോറ്റ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡെഡ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ ഗൈസ്, തീർന്ന കാര്യം. ഇവിടെ ഇവിടെ നിന്ന് ഒരൊറ്റ ഷീപ്പ് പോലും ഇല്ലടേ. എടാ എനിക്ക് ഒരു ഷീപ്പ് കിട്ടിയാൽ മതി. അതങ്ങനെയാണ്, നമുക്ക് ഷീപ്പ് വേണ്ട സമയത്ത് ഉണ്ടാവുകയില്ല. ആൻഡ് നിങ്ങള് കുറച്ചുകൂടി ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഗൈസ്. മൈൻക്രാഫ്റ്റിനെ പറ്റി നല്ലോണം അറിയുന്ന പ്ലേയേഴ്സ് ആണ്. നിങ്ങൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ബിക്കോസ് എനിക്ക് മൈൻക്രാഫ്റ്റ് അങ്ങനെ അറിഞ്ഞൂടാ ഗൈസ്, കുറെ സംഭവം. ഓക്കെ, എത്ര നേരായി ഇതായിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ, ചെറിയൊരു സർവൈവൽ വീട് കാര്യങ്ങളൊക്കെ, അത് നമുക്ക് എവിടെ ഇങ്ങോട്ട് വരുന്നൊരു സ്ഥലം കണ്ടിന് അവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഓക്കെ, അവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ. അവിടെ കുറച്ച് കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കോൾ എടുത്താലോ? റിസ്ക് ആണ്, പക്ഷെ ഓക്കെ ഗൈസ്, വി ഗോട്ട് ദ കോൾ. എത്ര കോളായി ടോട്ടല്? 3 കോളാണെന്ന് തോന്നുന്നു. ഓ, ഇവിടെ കുറെ കോളുണ്ട്. ഇവിടെ സമയത്തിനായി രാത്രി ആയല്ലോ ഗൈസ്. അപ്പൊ ഞാൻ ഈ കോളും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഗൈസ്, അങ്ങനെ നമ്മൾ കോളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ടൊരു ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇവിടെയാണ്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് വീടും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഈ വുഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്ന വീട്.
വേഗം ഗൈസ് വേഗം തന്നെ ഗൈസ് രാത്രിയായി ഗൈസ്. എന്റെ മോൻ ഇപ്പൊ മോപ്സിലും സ്പോണാൻ തുടങ്ങും. ഓക്കെ ഞാൻ അപ്പഴം തന്നെ ഉറങ്ങി. രാത്രിയായി അപ്പഴം തന്നെ ഉറങ്ങി ഗൈസ്. അപ്പൊ രാവിലെ മോപ്സ് സ്പോണായിനാ? ഇല്ല ഗൈസ്, എൻ്റെ മോനെ ജസ്റ്റ് മിസ്സാണ്. മോപ്സ് സ്പോൺ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉറങ്ങി ഗൈസ്. ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി അവിടെ. പെട്ടെന്ന് തന്നെ എന്താ പറയാ ഗൈസ്, ഇപ്പം തന്നെ ചാവായിരുന്നു. ജസ്റ്റ് മിസ്. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. എന്താ വെച്ചാൽ സ്റ്റോൺ ആകുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് കിട്ടും. ഇതാക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സ്റ്റോൺ തന്നെയാണ് ബെറ്റർ. പുല്ലൊക്കെ പറിച്ചു കളയട്ടെ ഗൈസ്. ഓക്കെ നമ്മളൊരു കുറച്ച് ടോർച്ചസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഓക്കെ കുറച്ച് ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫർണസും നമ്മൾ ഡോറൊന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പൊ നമുക്കിനി വേണ്ടത് ഒരു ഫർണസും പിന്നെ കുറച്ച് ഫർണസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സാൻഡാണ് വലിയൊരു സംഭവം, അതും വേണം. അതിനു മുമ്പ് ഇതൊന്ന് കവർ ചെയ്യട്ടെ. ചെറിയൊരു വീടാണ് കേസ്. കേസ് അങ്ങനെ മേൽക്കൂര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര താഴ്ന്നിട്ടുള്ളൊരു വീടാണ് കേസ്. സത്യം പറയാലോ, ഭയങ്കര താഴ്ന്നിട്ടുള്ളൊരു വീടാണ്. അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്പുട്ടും കാര്യങ്ങളും വീടിന്റെ. ഇപ്പൊ എങ്ങനെയുണ്ട് കമന്റ് ഔട്ട് ചെയ്യുക ഹൗസ്. ബോയ്സ് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിന്റെ കണ്ടിന്യൂസ്ലി ഇനി നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. മൈൻക്രാഫ്റ്റിന്റെ അതുപോലെ ഈ ഫുട്ബോളിന്റെ വീഡിയോ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക. എന്താ പറയുക, പീസ് ഔട്ട്.